2-3 മണിക്കൂറിനുള്ളിൽ ഇറാനുമായുള്ള കരാറിൽ ഒപ്പുവയ്ക്കുമെന്ന് കരുതുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ ഇന്ന് ഒപ്പുവെച്ചാലുടൻ ഇറാനെതിരെയുള്ള നാവിക ഉപരോധം പിൻവലിച്ചുള്ള ഉത്തരവിടുമെന്നും ട്രംപ് അറിയിച്ചു. ലബനാനിൽ എവിടെയും ഇനി ആക്രമണം പാടില്ലെന്ന ഇസ്രായേലിന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബെയ്റൂത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ബെയ്റൂത്ത് ആക്രമണത്തിന് വൻ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ സേന മുന്നറിയിപ്പ് നൽകി. എന്നാൽ തിരിച്ചടി ഒഴിവാക്കണമെന്ന് ഇറാനോട് ട്രംപ് ആവശ്യപ്പെട്ടു. MC നാസർ ചെയ്യുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നാസർ, 2-3 മണിക്കൂറിനുള്ളിൽ ഒപ്പുവയ്ക്കുമെന്ന് ട്രംപ് പറയുന്നു. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു സ്ഥിരീകരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത്? മണിക്കൂറുകൾക്കുള്ളിൽ അങ്ങനെ ഒരു കരാർ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ജീന, ഇന്ന് രാത്രി തന്നെ കരാർ ഒപ്പിടുമെന്നാണ് ഏറ്റവും അവസാനം പുറത്തിറക്കിയിരിക്കുന്ന പ്രതികരണത്തിൽ ട്രംപ് വ്യക്തമാക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ 80ാം ജന്മദിനം കൂടിയാണ് ഇന്ന് തന്നെ ഒപ്പുവെക്കണം എന്ന് വ്യക്തിപരമായിട്ട് ട്രംപിന് താല്പര്യമുണ്ട്. ആ അർത്ഥത്തിലാണ് ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജീന സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ഭാഗത്തു നിന്ന് അന്തിമമായിട്ടുള്ള ഒരു തീർപ്പിൽ തങ്ങൾ എത്തിയതായിട്ടുള്ള സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഖത്തർ പ്രതിനിധി സംഘവും ടെഹ്റാനിൽ തന്നെ തുടരുകയാണ്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ആ കരാർ പൂർണ്ണമാക്കാനുള്ള അവസാനപ്പെട്ട മിനുക്കുപണികളിലാണ് ഏർപ്പെട്ടതെന്ന പ്രതികരണം ഈ മധ്യസ്ഥ രാജ്യങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിലാണ് ഇന്നിപ്പോൾ ലബനാനിലെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂത്തിന് നേർക്ക് ഇസ്രായേലിന്റെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആ ആക്രമണം എന്നത് ഈ കരാറിനെ തകർക്കുക എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണെന്ന് പരോക്ഷമായിട്ടാണെങ്കിലും ഇപ്പോൾ ട്രംപും കുറ്റപ്പെടുത്തുകയാണ്. കാരണം നിർണായകമായിട്ടുള്ള ഒരു കരാറിലേക്ക് ചുവടുവെക്കുന്ന ഒരു അവസ്ഥയിൽ ഇത്തരം ഒരു ആക്രമണം ഒട്ടും ശരിയായില്ല, ഇസ്രായേൽ ചെയ്തത് ശരിയായ നടപടിയായിരുന്നില്ല എന്ന് വളരെ നിശ്ചിതമായി തന്നെ നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണത്തിൽ ട്രംപ് കുറ്റപ്പെടുത്തുകയുണ്ടായി. അതുമാത്രമല്ല, ബെയ്റൂത്ത് ഉൾപ്പെടെ ലബനാനിലെ ഒരിടത്തും ഇനി ആക്രമണം പാടില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേലിന് കർശനമായിട്ടുള്ള താക്കീത് അദ്ദേഹം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്ന് അവർ വളരെ കടുത്തൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. കാരണം ബെയ്റൂത്തിലെ നേരെ ആക്രമണം നടക്കുകയാണെങ്കിൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് നേരത്തെ തന്നെ ഇറാൻ നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മേധാവികൾ അല്പം മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ ആ തിരിച്ചടിക്ക് കാത്തിരിക്കണമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിന് താക്കീത് നൽകിയിരിക്കുന്നത്. ഈ ഭീഷണിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇസ്രായേലിലുടനീളം ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അല്പം മുമ്പ് സുരക്ഷാ മന്ത്രിസഭ യോഗം ചേർന്നത് പോലും ഭൂഗർഭ അറയ്ക്കുള്ളിലായിരുന്നു ആ യോഗം നടന്നത്. കാരണം എപ്പോൾ വേണമെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ ട്രംപും അതോടൊപ്പം ട്രംപ് ഭരണകൂടവും പ്രതീക്ഷയിലാണ്. കാരണം ഈ ഒരു കരാർ ഒപ്പുവെക്കുന്ന ഒരു ഘട്ടത്തിൽ ട്രംപിന്റെ അഭ്യർത്ഥന ഇറാൻ സ്വീകരിക്കും. അങ്ങനെ ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തൊന്നും ഉണ്ടാകില്ല എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി തന്നെ കരാർ ഒപ്പുവെക്കുകയാണെങ്കിൽ അത് ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ആയിരിക്കും കരാർ ഒപ്പുവെക്കുന്നത്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 2 മാസത്തേക്കുള്ള ഇടക്കാല കരാറിലാണ് ഇപ്പോൾ ഒപ്പുവെക്കാൻ പോകുന്നത്. ഇതിന്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് ഈ കരാർ ഒപ്പുവെച്ചാൽ നമുക്കിത് അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും ഈ കരാറിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് അല്ലെങ്കിൽ എന്തൊക്കെ വ്യവസ്ഥകളാണ് ഇതിലുള്ളത് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന പുറത്തു വരുന്നുണ്ടോ? ഇതിന് ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം 2 മാസത്തെ 60 ദിവസത്തേക്കുള്ള ഒരു ഇടക്കാല സമാധാന കരാറാണ് ഇപ്പോൾ ഇന്ന് ഇലക്ട്രോണിക് സാങ്കേതികതയിലൂടെ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കരാർ ഒപ്പുവെച്ചാൽ ഉടൻ ഇതുവരെ തങ്ങൾ ആഴ്ചകളായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം ആ സമയത്ത് തന്നെ താൻ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് ട്രംപ് തന്നെ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കരാറിന്റെ ആദ്യഘട്ടം അതാണ്, യുദ്ധം അവസാനിപ്പിക്കുക, മേഖലയിൽ ഉടനീളം ആ യുദ്ധത്തിന്റെ വെടിനിർത്തലിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കണം എന്ന ഇറാന്റെ നിർദ്ദേശവും ഏറെക്കുറെ അമേരിക്ക അംഗീകരിച്ചു എന്നാണ് ട്രംപിന്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത്. ഈ ഹോർമുസിന്റെ നാവിക ഉപരോധം പിൻവലിച്ചാൽ ഇറാന് അവരുടെ എണ്ണ സ്വതന്ത്രമായി തന്നെ വിൽക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. അതോടൊപ്പം തന്നെയാണ് ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പൂർണ്ണമായിട്ട് പിൻവലിക്കുമോ അതല്ല ഘട്ടം ഘട്ടമായിട്ടാവുമോ പിൻവലിക്കുക എന്നത് ഈ കരാറിൽ ഏത് അർത്ഥത്തിലാണ് ഉൾപ്പെടുത്തിയെന്ന കാര്യം അല്പം കൂടി നമ്മൾ കാത്തിരിക്കണം. ആ വിവരങ്ങൾ ലഭ്യമാവുന്നതോടുകൂടി മാത്രമായിരിക്കും നമുക്കതിൽ സ്ഥിരീകരണം വരുത്താൻ സാധിക്കുന്നത്. പക്ഷേ ഈ മേഖലയിലെ സംഘർഷം അവസാനിക്കുകയും ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്രമായിട്ട് തുറക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷേ ഈ 2 മാസത്തെ ഈ കാലയളവിനുള്ളിലാണ് ആണവ വിഷയം ഉൾപ്പെടെ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളിലുള്ള ചർച്ച നടക്കാൻ പോകുന്നത്. ആ ചർച്ചയിൽ സ്വാഭാവികമായിട്ടും അത്ര എളുപ്പമാവില്ല. കാരണം യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കൈമാറ്റം ഉൾപ്പെടെ അമേരിക്കൻ ആവശ്യങ്ങളോട് ഒരു നിലക്കും ഒത്തുപോകാൻ സാധിക്കില്ലെന്ന് തന്നെയാണ് ഇറാൻ നേതൃത്വം അറിയിക്കുന്നത്. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു സുസ്ഥിരമായിട്ടുള്ള സമാധാനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. പക്ഷേ നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തീർച്ചയായിട്ടും ഈ സമാധാന നീക്കത്തെ അട്ടിമറിക്കാൻ പ്രത്യക്ഷമായിട്ടും
പരോക്ഷമായിട്ടും അദ്ദേഹം പല നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും അവസാന ഘട്ടം മാത്രമാണ് ഇപ്പോൾ ബെയ്റൂത്തിൽ കണ്ടത്. തുടർന്നും ആ അർത്ഥത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഈ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മേഖലയിലുള്ള സമാധാനം വീണ്ടും സംഘർഷപൂരിതമാകും. അത് ഒഴിവാക്കാനുള്ള ഒരു നീക്കങ്ങൾ കൂടിയാണ് ഈ രാത്രിയിലും തുടരുന്നത്. എന്തായാലും അടുത്ത 2-3 മണിക്കൂറാണ് ഇപ്പോൾ ട്രംപ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 2-3 മണിക്കൂറിനുള്ളിൽ സാങ്കേതികമായി തന്നെ ഈ കരാർ ഒപ്പുവെക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അന്തിമമായിട്ടുള്ള വാർത്തയ്ക്ക് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. ജീന, ശരി MC, ഏതായാലും അല്പസമയത്തിനകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം ഈ ഒരു കരാർ ഒപ്പുവയ്ക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇറാന്റെ മറുപടി എന്തായിരിക്കും, നിലപാട് എന്തായിരിക്കും, അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്.